ഹായ് ഫ്രണ്ട്സ്, ടൂറുമായിട്ട് പോവാ. ടൈറ്റിൽ നിങ്ങൾക്ക് മനസ്സിലായില്ല. വൺ സൈഡ് ലവ് പോലീസ്. ഓക്കെ, നമുക്ക് സ്റ്റോറിക്ക് പോവാം. അതെ, നമ്മൾ ഹീറോയിൻ ഒരു പോലീസാണ്. ഹീറോയിൻ ഒരു പോലീസ്. നമ്മൾ ജെ ഹോപ്പ് ഒരു ഐഡലാണ്. ജെ ഹോപ്പൊക്കെ ഹീറോയ്ക്ക് എങ്ങനെ ലവ് സ്റ്റോറി സ്റ്റാർട്ടാണ് നമുക്ക് നോക്കാം. നമ്മൾ ഹീറോയിൻ ഇങ്ങനെയായിട്ടിന്ന് എക്സാം ഏതായിരുന്നു പോലീസ്. അതെ, ഹീറോയ്ക്ക് ചെറിയ പ്രായത്തിൽ പോലീസ് ട്രെയിനിങ് കൊടുക്കായിരുന്നു. ആ ബാപ്പ അത് എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ നല്ല ക്യൂട്ടായിട്ട് റേഷനായിട്ട് വന്ന് ഡാഡി എന്ന് പറയണം. അങ്ങനായിട്ട് ഹീറോയിൻ്റെ ഡാഡി വന്ന് പറയുന്നത്, മോളെ ഇത് ചെറിയ പ്രായത്തിൽ ഹീറോയ്ക്ക് നല്ല പഠിക്കുന്ന ടാലൻ്റാണ്. ഹീറോയിൻ്റെ ബാപ്പ പറയുന്നത് പഠിക്കുന്നല്ല ഉസ്സറാണ്. അതുകൊണ്ട് ചെറിയ പ്രായത്തിൽ 6 വയസ്സ് പ്രായത്തിൽ 5 വയസ്സ് പ്രായത്തിൽ പോലീസ് ട്രെയിനിങ് കൊടുക്കായിരുന്നു ഹീറോയ്ക്ക്. അതുമാത്രമല്ല 4 വയസ്സിൽ പഠിക്കാൻ തുടങ്ങി. ഹീറോയിൻ്റെ ഉമ്മ ഡാഡിക്ക് തലക്കൈ വെച്ചായിരുന്നു. അങ്ങനെ ഡാഡി പോലീസ് ട്രെയിനിങ് കൊടുക്കായിരുന്നു. അതെ, ചെറിയ പ്രായത്തിൽ പോലീസ് നല്ല കില്ലാടിയാണ് ഹീറോയിൻ്റെ ഡാഡിക്ക്. എന്ത് ചെയ്യാം. അങ്ങനെ ഹീറോയിൻ ബാപ്പ പറയാം, ശരി മോളെ നീ പോലീസ് ആയിക്കോ. ഹോം മിനിസ്റ്ററിൻ്റെ മകളാണ് ഹീറോയിൻ. ഡാഡി ഹോം മിനിസ്റ്ററാണ്. അതുകൊണ്ട് ഹീറോയിൻ്റെ ബാപ്പൻ്റെ ചേട്ടൻ വലിയ ആളാണ്. ഹോം മിനിസ്റ്ററായിട്ട് വലിയത്. അതെ ഹീറോയിൻ്റെ ഡാഡി ഇങ്ങനായിട്ട് ഓരോന്ന് ഹോം മിനിസ്റ്ററും ഹോം മിനിസ്റ്ററും വലിയ ആള്. അതായത് ഹീറോയിൻ്റെ ഡാഡി അങ്കിൾ അച്ഛൻ പറഞ്ഞ ഡി എസ് പി ആയിരുന്നു ഹീറോയ്ക്ക്. ഡാഡി അങ്കിൾ ചെറിയ പ്രായത്തിൽ ഹീറോയ്ക്ക് SI സീറ്റ് കൊടുത്തായിരുന്നു. DSP ആയിട്ടുണ്ടായിരുന്നു ഹീറോയിൻ അങ്കിൾ. മോളെ ഇങ്ങോട്ട് വാ, എൻ്റെ അങ്കിൾ നിനക്ക് SI സീറ്റ് തരാം. അങ്കിൾ 6 വയസ്സായി ഹീറോയ്ക്ക്. അതുകൊണ്ട് അങ്കിൾ 5 വയസ്സായിരുന്നു ഹീറോയ്ക്ക്. 5 വയസ്സിൽ പോലീസ് ട്രെയിനിങ് കൊടുത്ത് നല്ല പഠിച്ച് ടൈലൻ്റായിട്ട് SI സീറ്റ് കിട്ടി. നല്ല പഠിച്ചിട്ട് ഇപ്പോൾ ഹീറോയ്ക്ക് 5 വയസ്സിൽ നല്ല പഠിച്ച് ടാലൻ്റായിട്ട് പോലീസ് ക്രിമിനൽസ് നല്ല പിടിക്കായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയ്ക്ക് 6 വയസ്സായപ്പോൾ SI ആയി മാറി. ഹീറോയിൻ നല്ല കഷ്ടപ്പെട്ട് ക്രിമിനൽസിനെ പിടിക്കാൻ വേണ്ടി. പിന്നെ ബാക്കി പോലീസല്ല, എന്താ ഇത് സ്കൂളാണോ പോലീസ് സ്റ്റേഷനാണോ, അതിൽ കുറച്ച് പേർക്ക് ഇതായിരുന്നു. ഹീറോയിൻ നല്ല ക്രിമിനൽസിന് പ്ലാൻ ചെയ്യായിരുന്നു. അങ്ങനെ SI ആയിട്ട് ഹീറോയ്ക്ക് ഒരു പവറുണ്ട്. ഏത് കളവ് പറഞ്ഞ് ആരാണ് ക്രിമിനൽസ് എന്ന ഹീറോയ്ക്ക് കണ്ടുപിടിക്കുന്ന ഒരു പവറുണ്ട്. നിറയെ പവേഴ്സ് ഉണ്ട്. അതെ, ഹീറോയ്ക്ക് നല്ല പവറുണ്ട്. ഹീറോയെ കണ്ടുപിടിക്കാൻ നോക്കിയായിരുന്നു. അതിൽ ഏതല്ല പോലീസ്. പോലീസ് ഫസ്റ്റ് വയസ്സിൽ വന്ന് ഹീറോയിൻ നോക്കിയപ്പോനെ ഇതിലാരെല്ലാം കെട്ട മനുഷ്യന്മാരെന്ന് അവരെല്ലാം അച്ഛനോട് പറഞ്ഞ് ജോലിനെ വെറുതെ വിട്ടെ. ഇപ്പോൾ പുതിയ SI ഹീറോയ്ക്ക് ഒരു അങ്കിളുണ്ട്. പോലീസ് ഒരു അങ്കിൾ അറിയും. ഹീറോയുടെ വീട്ടിലേക്ക് വരാമായിരുന്നു സാറേ എന്ന് പറഞ്ഞ്. ഹീറോയുടെ ഡാഡി ശരി മാ എന്ന് പറഞ്ഞ്, ശരിപ്പാ നീ നോക്കിക്കോ എന്ന് പറഞ്ഞു. ശരി സാറേ എന്ന് പറഞ്ഞ് ഹീറോയിൻ നല്ല ക്രിമിനൽസ് പ്ലാൻ ചെയ്ത് മതി ഹീറോയിൻ ക്രിമിനൽസിനെ പിടിക്കായിരുന്നു. ക്രിമിനൽസ് നല്ല ഇടിമാറി ഹീറോയ്ക്ക്. അങ്ങനെ ഹീറോയിൻ ഒരു ക്രിമിനലിനെ പിടിച്ചായിരുന്നു. ഇപ്പം കുട്ടിക്ക് 6 വയസ്സിൽ ക്രിമിനലിനെ പിടിച്ചു. എന്ന് അതിലൊരു ക്രിമിനലുണ്ട്. 5 ക്രിമിനൽസ് ഉണ്ട്. അതിലൊരു ക്രിമിനൽസിൻ്റെ ബോസ് വന്ന് ആരാ എന്താ കുട്ടി ആരാ വരുന്നത് SI എന്ന് പറഞ്ഞ് ഗുണ്ടൂസ് നോക്കുമ്പോൾ ഹീറോയി വന്നത് കണ്ടെത്തി SI ചിരിക്കാൻ തുടങ്ങിയായിരുന്നു. ഹീറോ ചോടിയിൽ പറയാൻ തുടങ്ങിയ സീക്രട്ട് റൂം. പോലീസ് സ്റ്റേഷൻ പറഞ്ഞ ഹീറോയിൻ്റെ ഡാഡിയാണ് പോലീസ് സ്റ്റേഷൻ കിട്ടിയത്. പുതിയൊരു പോലീസ് സ്റ്റേഷൻ ഉണ്ടാക്കിയായിരുന്നു. അതിൽ കൊണ്ടായിരുന്നു ഹീറോയിൻ. ഒരു റൂമായിരുന്നു. ഇത് ഇവനെ പിടിച്ച് കെട്ടിയിടും. അതിൽ ഹീറോ ഒരു കോയിൻ്റെ സൂയി അത് പിടിച്ച് ക്രിമിനൽസിനെ ചിരിപ്പിക്കുക. ക്രിമിനൽസ് വിടുമാ സത്യം പറയാ എന്നാ ക്രിമിനൽസ് ആരെല്ലാം കൂട്ടാളി എന്ന് പറയായിരുന്നു. അതിലൊരു പോലീസ് ഉണ്ടായിരുന്നു. അവരുടെ പേര് പറഞ്ഞു. പിന്നെ മിനിസ്റ്റർ എന്ന് പറയായിരുന്നു. ഓക്കെ, ആരെല്ലാം കൂടുതൽ മിനിസ്റ്റർ ഉണ്ട്, മിനിസ്റ്റർ ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ആരെല്ലാം ഉണ്ട് എല്ലാം ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു. ബാക്കി അവരെല്ലാം അടിച്ച് സമ്മതിയാക്കി ഹീറോയിൻ. നല്ല എന്തോ ജ്യൂസ് കൂട്ടി ഇല്ല നിനക്ക് ഇത് പച്ചമുളകിൻ്റെ ജ്യൂസ് ക്രിമിനൽ പേടിച്ചിട്ട് ഇനി മേലേറ്റം തെറ്റ് ചെയ്താൽ ഇങ്ങനെ ഡെയിലി ടോർച്ചർ ചെയ്യാൻ തുടങ്ങി. അത് വലിയ ജയില്. അതിൽ വെച്ച് ഹീറോയിൻ എടുക്കെടുക്ക പോയിട്ട് ജയിലിൽ പോയി ഒരു പോലീസ് അടിയാളുണ്ടായിരുന്നു. ഹീറോയിൻ പറഞ്ഞാൽ മതി എങ്ങനെയല്ല ചെയ്യാൻ വേണ്ടി. അങ്ങനെ ക്രിമിനൽസ് അതിലൊരു എന്ന് പിടിച്ച് ശരിയാക്കി. ബാക്കി ക്രിമിനൽസ് വന്നു പർസ് കക്കോടാ കള്ള എന്ന് പറഞ്ഞ് പച്ചമുളക് ജ്യൂസ് കുടിക്കുക. ഇനിമേലെ ഞാൻ കക്കല മാം എന്ന് കുറേ ആൾ എന്തല്ല ഹീറോയിൻ ചെയ്ത്. അതുകൊണ്ട് പേടിച്ചിട്ട് കള്ളന്മാർ കക്ക ജ്വല്ലസ് ബങ്കർ ഒന്നും കക്കില്ല, ഫറസ് പണം ഒന്നും കക്കില്ല. പേടിച്ച് ഹീറോയിൻ്റെ ടോർച്ച് സരിക്കാൻ കഴിഞ്ഞാന്ന്. അതിനെ കുറച്ച് വലുതായി ഹീറോയിൻ നല്ല ജോലി കിട്ടിയായിരുന്നു ഹീറോയ്ക്ക്.
ഇപ്പം DSP ആയി മാറി ഹീറോയി. ഹാ ബാപ്പ എന്താ മോളെ, എന്ത് പറ്റി? നമ്മൾ ഫാത്തിമക്ക് എന്ത് പറ്റി ബാപ്പ? ഞാൻ പുതിയ ക്രിമിനൽസിനെ പിടിച്ച് എല്ലാം കഴിഞ്ഞു ബാപ്പ എന്ന് പറഞ്ഞു ഹീറോ ചിരിച്ച് പറയായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ ഡാഡിക്ക് പ്രൊമോസ് ആയതുകൊണ്ട് പോയായിരുന്നു. ഹീറോയിൻ്റെ ഡാഡി നല്ല കാര്യം ചെയ്യും. അതുമാത്രം അങ്കിളും ഹീറോയിൻ്റെ ഡാഡി ചേട്ടനും അങ്ങനെയായിട്ട് നിറയെ ഹെൽപ്പ് ചെയ്യാൻ മതി ഹീറോയി. അതുകൊണ്ട് ഇപ്പോൾ പോലീസിൽ കുറച്ച് നല്ല വിശ്വാസമുള്ള പോലീസ് SI, പിന്നെ കുറച്ച് SI ഹീറോയ്ക്ക് അറിയുന്ന SI ആരാണ് നല്ല സീറ്റ് നല്ല ജോലി കൊടുത്തത്. അങ്ങനെ ഹീറോയിൻ വീട്ടിലിടുന്ന ജോലിയായിട്ട് പാട്ട് പാടി ഡാൻസ് കളിക്കുകയായിരുന്നു ഹീറോയിൻ ഉമ്മ. എന്താ ഇവളെ ടോർച്ചർ ശരിക്കും കണ്ടില്ല എന്ന് ഹീറോയിൻ ഉമ്മക്ക് ടെൻഷനായിരുന്നു. ബാപ്പ വന്ന് എന്താടി പറ്റി, നിങ്ങളെ മോൾ പോകുന്ന ആരും മകളെ എന്താ ചെയ്യുന്നു നോക്കൂ. എൻ്റെ ബാപ്പ വന്ന് നോക്കുമ്പോൾ പാട്ട് കേട്ട് ഡാൻസ് കളിക്കുക. എന്നാ ഫുള്ള് BTS മെമ്പറുടെ ഫോട്ടോസ് വെച്ച് ഹീറോയിൻ ജിങ്കുച്ചക്ക തുള്ളായിരുന്നു ഹീറോയിൻ ബാപ്പ തലക്കൈയൊക്കെയായിരുന്നു. വയസ്സ് 20 എന്ത് പറഞ്ഞിട്ട് കാര്യമുണ്ട് എന്നെ ഹീറോയിൻ. അതെ ഹീറോയിൻ ചെറിയ പ്രായത്തിലാണ്. ഹേയ് മോളെ, എന്ത് പറ്റി ബാപ്പ? ഇപ്പം നിനക്ക് കോളേജിൽ പോട്ടെ ബാപ്പ? അത് ഈ കോളേജിൽ പോകണ്ടേ ബാപ്പ? ഞാൻ ഹീറോയിൻ ഏടെയാണ് പഠിക്കുന്നത്. എന്താ മോള് ചെയ്യുന്ന ബാപ്പ? അതും ഇല്ല പോ മറിയ, കോളേജിൽ പോ. അപ്പോൾ പോലീസ് സ്റ്റേഷൻ അത് പിന്നെ നോക്കാം മറി, അത് കോളേജിൽ പോ എന്ന് പറഞ്ഞ് ഹീറോയിൻ മിറട്ടായിരുന്നു. അതിനെ കൊണ്ട് മിറട്ടിയെ കൊണ്ട് ഹീറോയിൻ കോളേജിൽ പോയിരുന്നു. ഹീറോയിൻ അങ്ങനെയായിട്ട് കോളേജിൽ അകത്ത് പോയായിരുന്നു. അതിൽ കുറച്ച് സീനിയർമാരെല്ലാം ഉണ്ട്. ഹീറോയിനെ റാഗിങ് ചെയ്യാൻ തുടങ്ങിയത്. ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ്. അതിൽ ഹീറോയിൻ ഫസ്റ്റ് ഇയർ ഇപ്പം ഹീറോയിൻ കോളേജിൽ അകത്ത് വന്നായിരുന്നു. അത് സീനിയർടാ എന്ന് പറയായിരുന്നു. അതിലൊരു സീനിയർ പറയാൻ തുടങ്ങി, ഇവളെ മേലെ കൈവച്ചാല ഇവള് പോലീസാണ്, ഇവളെ ഡാഡി എന്താ ചോക്ക്, അങ്ങനെ ഫ്ലാഷ് ബാക്ക് പറയാൻ തുടങ്ങി. അതിലൊരാൾ ഇവളെ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്കറിയൂ എന്നാ സീനിയർ ഫ്ലാഷ് ബാക്ക് ഓർത്ത് പറയാൻ തുടങ്ങി. ഇവളെ സ്കൂൾ പഠിക്കുമ്പോൾ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഇവളെ ടോർച്ചർ ചെയ്യാൻ നോക്കിയ ഗേൾസ് എല്ലാം കൂടി ഒരു സീനിയർ പുറകെ നടന്ന പറഞ്ഞ് ഇവൾ പോലീസ് എന്നറിഞ്ഞ് പേടിച്ച് പാഞ്ഞു.